ലീഗൽ സർവീസ് അതോറിറ്റി DLS അതിന്റെ കീഴിൽ നമുക്ക് എല്ലാ താലൂക്ക് തലത്തിലും സൗജന്യ നിയമസഹായം ഉണ്ട്. അത് നമ്മുടെ പൊതുജനങ്ങൾക്ക് അത് അറിയാത്തൊരവസ്ഥ ഉണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ട് നിയമസഹായം കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് വക്കീൽമാരൊക്കെ വെച്ച് തരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അപ്പം അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നവംബർ 9 എല്ലാ വർഷവും നമ്മൾ നിയമബോധവൽക്കരണ അവയർനെസ് നമ്മുടെ ദേശവ്യാപകമായിട്ട് നടത്തുന്നുണ്ട് സ്കൂൾസ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ മലപ്പുറം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്ന ഈ നിങ്ങളുടെ യൂണിറ്റ് ഇതിന്റെ അവയർനെസ് ക്ലാസ് കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കാരണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ എല്ലായിടങ്ങളിലും ഓടിയെത്തുന്ന സന്നദ്ധ പ്രവർത്തകരാണ്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ധനവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി പൊരുതുന്ന ആൾക്കാരാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നിങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന ഈ ഒരു മഹത്തായ പ്രവർത്തനം നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. ജനങ്ങളിലേക്ക് സൗജന്യ നിയമസഹായം എന്ന സംവിധാനം നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. ഇതൊരു ഫുള്ളായിട്ടും ഒരു യാതൊരുവിധ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, സൗജന്യ നിയമസഹായമാണ്. എറണാകുളം താലൂക്കിന്റെ വരുന്നത് ജില്ലാ കോടതിയിലാണ്. പെരിന്തൽമണ്ണ താലൂക്ക് വരുന്നത് മുനിസിപ്പൽ കോർട്ടിലാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസർ ഉണ്ടാവും, ലീഗൽ സർവീസ് അതോറിറ്റി. അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേസുകളാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരുപാട് കേസുകളിലും വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ MACT കേസിന്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നഷ്ടപരിഹാരം ഇപ്പോൾ 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വരിക. എന്നാലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് ഇപ്പോഴും ശരിയായൊരു ബോധമില്ല. അതിനെന്ത് ചെയ്യുക, ആ തലങ്ങളിൽ നിങ്ങളെപ്പോലുള്ള സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ERF എന്ന പ്രവർത്തകർ. നിങ്ങളുടെ ആളുകൾ അത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. അപ്പൊ നവംബർ 9 എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു മഹത്തായ പ്രവർത്തനം ഏറ്റെടുക്കുക.